ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി സ്കിൻ കെയറിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ പറയുക, എനിക്ക് ഈസി ആയിട്ട് തോന്നുന്ന, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ, അതും എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈകിട്ട് നമുക്ക് വേഗം വീഡിയോയിലോട്ടേക്ക് പോവാം. വീട്ടമ്മമാരുടെയും അതുപോലെ പുറത്തൊക്കെ ജോലിക്ക് പോകുന്നവരുടെയൊക്കെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ടൈമില്ല. എസ്പെഷ്യലി സ്കിൻ കെയർ, ഹെയർ കെയർ, ഇതൊന്നും ശ്രദ്ധിക്കാനേ ടൈമില്ല. വെറും 5 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ മറ്റുള്ളവരെ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും. അതും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വെറും 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ ഫേസ് പാക്ക്, സ്ക്രബ്, ഇതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാനൊന്നും ഒരിക്കലും പറ്റില്ല. അതൊന്നും ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഡെയിലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ല മാറ്റം നമ്മുടെ സ്കിന്നിനുണ്ടാവും. നമ്മുടെ സ്കിൻ കെയർ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുള്ള കമൻറ്റ്സ് ഇതൊക്കെയാണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ക്രീമുകളുണ്ടോ, അല്ലെങ്കിൽ ഏത് മോയ്സ്ചറൈസറാണ് നല്ലത്, ഒരു ഗ്ലോ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. ഇപ്പം നമ്മൾ അടുക്കളയിലൊക്കെ പണിയെടുക്കുന്നവരാണെങ്കിൽ, ഡെയിലി കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡള്ളാവാനുള്ള ചാൻസ് കൂടുതലാണ്. പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഈ യാത്രയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് സ്കിന്ന് ഡള്ളാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ഗ്ലോ വരാൻ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് ഞാനും കൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മുടെ ചാനലിലും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പിന് യോജിച്ച പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കുക. എനിക്ക് സ്യൂട്ടാവുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സ്യൂട്ടാവണമെന്നില്ല. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പും ബോഡി ടൈപ്പും ഒക്കെ വേറെ വേറെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലെൻസിങ് എന്നുള്ള സ്റ്റെപ്പ് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം. ഡെയിലി അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യണം. ഫേസ് ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നമ്മുടെ സ്കിന്നിന് ഉണ്ടാവും, നല്ലൊരു ഗ്ലോ ഉണ്ടാവും, പോഴ്സ് ഒക്കെ ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ആ ഒരു മാറ്റം ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ചേരുന്ന ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫേസൊക്കെ ക്ലെൻസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ടോണർ യൂസ് ചെയ്യാം. റോസ് വാട്ടർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടോണറാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ടോണർ കണ്ടുപിടിച്ചിട്ട് യൂസ് ചെയ്യാം. സത്യം പറയാലോ, ഞാൻ ഡെയിലി ഒന്നും ടോണർ യൂസ് ചെയ്യാറില്ല. ചിലപ്പോൾ എനിക്ക് സ്കിന്ന് ഡ്രൈ ആവുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാറുണ്ട്. നമ്മളൊക്കെ ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് സത്യം പറയാൻ എനിക്ക് യാതൊരുവിധ മടിയുമില്ല. CTM റുട്ടീനിൽ ഇടയ്ക്ക് ഞാൻ ടോണർ സ്കിപ്പ് ചെയ്യാറുണ്ട്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ സ്കിൻ അങ്ങനെ ഒരുപാട് ഓയിലി ഒന്നല്ല, കുറച്ച് ഓയിലിയാണ്, കുറച്ച് ഡ്രൈ ആണ്, കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്കിന്ന് നല്ലോണം ഡ്രൈ ആണെങ്കിൽ ലോഷൻ ടൈപ്പ് മോയ്സ്ചറൈസർ എന്തായാലും അപ്ലൈ ചെയ്യണം. അതുപോലെ ഓയിലി നോർമലൊക്കെയാണ് സ്കിൻ ടൈപ്പ് എങ്കിൽ അലോവേറ ജെൽ നല്ലതാണ്. ഡെയിലി അലോവേറ ജെൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണും. സ്കിന്ന് ക്ലിയർ ആവാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. അപ്പം തന്നെ ഒരു മാറ്റം, ഒരു ഗ്ലോ എന്തായാലും ഉണ്ടാവും. പിന്നെ ഡെയിലി നിങ്ങൾ പുറത്ത് പോകുന്നവരാണെങ്കിൽ, ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ കണ്ടുപിടിച്ചിട്ട് അത് അപ്ലൈ ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ സൺസ്ക്രീൻ ആയിരിക്കും സ്യൂട്ട് ആവുക. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് സൺസ്ക്രീൻ കണ്ടുപിടിച്ചിട്ട് അത് യൂസ് ചെയ്യുക. അത് നല്ലതാണ്. എളുപ്പം സ്കിന്ന് ടാൻ ആവാതിരിക്കാൻ നല്ലതാണ്. പക്ഷേ രാവിലെ അപ്ലൈ ചെയ്ത് പോയി പിന്നെ വൈകുന്നേരം വരെ നിങ്ങൾ സൺസ്ക്രീൻ ഇടയ്ക്കിടെ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിലും സ്കിന്ന് ടാൻ ആവട്ടോ. രാവിലെ മാത്രം അപ്ലൈ ചെയ്താൽ പോരാ. ഒരു 2-3 hours ഗ്യാപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ മറക്കാതിരിക്കേണ്ടത് ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യാം. പലർക്കും ലിപ്സ്റ്റിക്കുകളൊന്നും ഇടാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ അവർക്കൊക്കെ ടിൻറ്റഡ് ലിപ് ബാമൊക്കെ യൂസ് ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ ടിൻറ്റഡ് ലിപ് ബാം യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഇട്ട ഒരു എഫക്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ലിപ് ടിൻറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ലിപ്സ്റ്റിക് അല്ല. അതൊരു ലിപ്സ്റ്റിക് ഇട്ടൊരു എഫക്റ്റ് തന്നെയാണ്. പിന്നെ ഒരുപാട് അങ്ങനെ ഓവറായിട്ട് ഉണ്ടാവുമെന്നല്ലോ, ഒരു നാച്ചുറൽ ലുക്ക് തരും. അപ്പോൾ അങ്ങനത്തെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള
സ്കിൻ കെയർ, ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നമ്മുടെ സ്കിന്നിന് ഉണ്ടാവും. ഇതൊക്കെ ചെയ്യാൻ ഒരു 5 മിനിറ്റേ വേണ്ടൂ, അത്രക്കും ഈസിയാണ്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് എനിക്ക് ഈസി, എനിക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. എളുപ്പം തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഫേസ് പാക്കും സ്ക്രബൊക്കെ ചെയ്യണം കേട്ടോ, അതും സ്കിന്നിന് നല്ലതാണ്. പിന്നെ പലരും നമ്മുടെ വീഡിയോയിൽ സ്കിൻ കെയർ പ്രൊഡക്റ്റുകളൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനത്തെ പ്രൊഡക്റ്റുകളാണ് പർച്ചേസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്റ്റുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ റേറ്റ് കുറഞ്ഞതിന് പിന്നാലെ പോവരുത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ നോക്കിയിട്ട് വാങ്ങിക്കണം. ചിലതൊക്കെ നമുക്ക് ഇറിറ്റേഷൻസും അലർജീസും ഒക്കെ ഉണ്ടാക്കും. അപ്പം സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളൊക്കെ നോക്കി വാങ്ങിക്കണം കേട്ടോ. സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് വാങ്ങിച്ചാൽ മതി, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ സെൻസിറ്റീവ് ആയിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കുന്നത് ടാറ്റ ക്ലിക്ക് എന്നാണ്. കാരണം അതിൽ ഒരുപാട് ബ്യൂട്ടി ബ്രാൻഡ്സ് അവൈലബിൾ ആണ്, നല്ല നല്ല ഓഫേഴ്സിൽ വാങ്ങിക്കാൻ പറ്റും. ടാറ്റ ക്ലിക്കിൽ ഒരുപാട് നല്ല നല്ല ബ്യൂട്ടി ബ്രാൻഡുകളുണ്ട്. മെബിലിൻ, ലാക്മി, വാവ്, മാമഅർത്ത് പോലെയുള്ള ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ നല്ല ഡിസ്കൗണ്ടുകളിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇപ്പോഴൊരുപാട് ഡിസ്കൗണ്ട്സും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അജ്മൽ എന്നുള്ള ബ്രാൻഡിന് അപ് ടു 50% വരെ ഓഫ് ഉണ്ട്, ഫെബ്രുവരി 25 മുതൽ 27 വരെ. ഫേസസ് കാനഡ എന്ന് പറയുന്ന ബ്രാൻഡിന് അപ് ടു 35% വരെ ഓഫ് ഉണ്ട്, 21 മുതൽ 24 വരെ. അതുപോലെ ഫെബ്രുവരി 25 അപ് ടു 50% വരെ ഓഫ് ഉണ്ട്. പിന്നെ 26 മുതൽ 27 വരെ അപ് ടു 40% ഓഫ് ഉണ്ട്. പ്ലം ബ്രാൻഡിന് അപ് ടു 20% വരെ ഓഫ് ഉണ്ട്, ഫെബ്രുവരി 25 മുതൽ 27 വരെ. ഷോർട്ട്സ്കോ പ്രൊഫഷണലിന് അപ് ടു 12% വരെ ഓഫ് ഉണ്ട്, 25 മുതൽ ഫെബ്രുവരി 27 വരെ. അപ്പം നിങ്ങൾക്ക് DEEP10 എന്ന് പറയുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 10% ഓഫിൽ വരെ നിങ്ങൾക്ക് ടാറ്റ ക്ലിക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഓൺലൈനിൽ കൂടെ എങ്ങനെയാണ് സ്കിൻ കെയർ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് ഓഫേഴ്സൊക്കെ ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.